സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ലെബനോനെയും ഹിസ്ബുള്ളയെയും കൈവിടില്ല. അതുകൊണ്ട് തന്നെയാണ് ജനീവയിൽ നടക്കാനിരുന്ന ഇറാൻ അമേരിക്ക തുടർ ചർച്ചകളിൽ നിന്ന് ഇറാൻ ഒന്നും നോക്കാതെ പിന്മാറിയത്. ഇറാൻ ഉടക്കുന്നതിലെ അപകടം മണത്ത ട്രംപ് വീണ്ടും ഇടപെട്ടു. ലെബനോനിൽ ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ ഒപ്പിട്ട ധാരണാപത്രത്തിന് പിന്നാലെ തുടർ ചർച്ച തന്നെ മാറ്റിവെച്ചത് ട്രംപിന് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു. എന്തായാലും ഹിസ്ബുള്ളയിൽ നിന്ന് വലിയ തിരിച്ചടിയേറ്റതും ഇസ്രയേൽ വെടിനിർത്തലിന് വഴങ്ങാൻ കാരണമായി എന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ ഗറില്ല ആക്രമണത്തിൽ ഇസ്രയേലിന്റെ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇത് നെതന്യാഹുവിന് വല്ലാത്ത ക്ഷീണമായി മാറിയിട്ടുണ്ട്. പുതിയ കരാർ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തന്നെ നിലവിൽ വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം ഇറാൻ അമേരിക്ക കരാർ ട്രംപിന്റെ നിരാശയിൽ നിന്നുണ്ടായതാണ് എന്നുള്ള പ്രസ്താവനയുമായി ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്ക് അമേരിക്കയുമായുള്ള കരാറിന് വ്യക്തിപരമായി എതിർപ്പുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തുടർന്നുള്ള സമാധാന ചർച്ചകൾ എളുപ്പമാകില്ല എന്നുള്ള മുന്നറിയിപ്പും മൊജ്തബ നൽകുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡ് യാത്ര റദ്ദാക്കിയതോടെ മേഖലയിൽ ഒരു സുസ്ഥിര വെടിനിർത്തൽ, പശ്ചിമേഷ്യയിൽ ഒരു സുസ്ഥിര വെടിനിർത്തൽ സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം കൈവന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിലവിൽ ഉണ്ട്. ലെബനനിൽ വെടിനിർത്തലിന്റെ ഭാവിയായിരിക്കും കാര്യങ്ങളെ തീരുമാനിക്കുക എന്ന് തന്നെ പറയാം. മാത്രമല്ല, അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി വേദി പങ്കിടേണ്ട എന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത് എന്നും അറിയുന്നു. എന്തായാലും വീണ്ടും കുഴപ്പമുണ്ടാക്കുന്ന ഇസ്രയേലിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് ട്രംപ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. ആദ്യം ഇറാൻ അമേരിക്ക ധാരണാപത്രത്തെക്കുറിച്ച് മൊജ്തബ ഖമനേയി പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാം. ഈ കരാറിനെ കുറിച്ച് വ്യക്തിപരമായി വിയോജിപ്പും വ്യത്യസ്തമായ കാഴ്ചപ്പാടുമാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് മൊജ്തബ വ്യക്തമാക്കുന്നത്. എങ്കിലും താൻ അതിന് അനുമതി നൽകിയെന്നും മൊജ്തബ പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ മൊജ്തബ അമേരിക്കയുമായുള്ള കരാറിനെ കുറിച്ച് നടത്തുന്ന ആദ്യ പരസ്യ പ്രതികരണമാണ് ഇത് എന്നതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇറാന്റെ അവകാശങ്ങളും പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളുടെ താല്പര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാനും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും തനിക്ക് ഉറപ്പ് നൽകിയത് കൊണ്ടാണ് കരാറിന് അനുമതി നൽകിയതെന്നാണ് മൊജ്തബ പറയുന്നത്. ഈ കരാറിലൂടെ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാൻ നേരിട്ട് ഏറ്റെടുത്തുവെന്നും ഖമനേയി, അതായത് മൊജ്തബ ഖമനേയി വ്യക്തമാക്കുന്നു. അതായത് തനിക്ക് ഉത്തരവാദിത്വമില്ല, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മസൂദ് പെഷഷ്ക്യാനാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ട്രംപ് തന്റെ കടുത്ത ദൗർബല്യവും ആവശ്യകതയും കാരണമാണ് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ എല്ലാവിധ സമ്മർദ്ദങ്ങളും ഉപയോഗിച്ചത് എന്നാണ് മൊജ്തബ ആരോപിക്കുന്നത്. ഭാവിയിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അമിതമായ ആഗ്രഹങ്ങളോ പുതിയ ആവശ്യങ്ങളോ ഉണ്ടായാൽ ഇറാൻ അതിന് വഴങ്ങില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയുമായി ഇനി വരാനിരിക്കുന്ന നേരിട്ടുള്ള ചർച്ചകൾ ഒരിക്കലും ഒരു ശത്രുവിൻ്റെ നിലപാടുകൾ അംഗീകരിക്കുന്നതോ അവർക്ക് മുന്നിൽ കീഴടങ്ങുന്നതോ ആയി ആരും വ്യാഖ്യാനിക്കരുത് എന്നും മൊജ്തബ പറയുന്നു. മൊജ്തബയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത് ഇറാൻ തങ്ങളുടെ അടിസ്ഥാന നയങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ലെബനൻ വിഷയത്തിലും നമ്മൾ ഈ മൊജ്തബയുടെ പ്രസ്താവന വന്നതിന് ശേഷവും ഇറാൻ എടുത്ത നിലപാടുകളിൽ കണ്ടത്. അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നും ഹിസ്ബുള്ളയും ഹമാസും അടങ്ങുന്ന പ്രതിരോധ മുന്നണിയെ കൈവിട്ടിട്ടില്ല എന്നുമാണ് കടുത്ത ഭാഷയിലൂടെ മൊജ്തബ തന്നെ വ്യക്തമാക്കിയത്. ഇനി ഇറാൻ അമേരിക്ക ചർച്ചകൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇസ്രയേലിന് ലെബനനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടി ഏറ്റു. ആ തിരിച്ചടിയെക്കുറിച്ചുള്ള വാർത്ത നമുക്ക് പരിശോധിക്കാം. തെക്കൻ ലെബനനിലെ കഫാർ തബിനിത്ത് എന്ന ഗ്രാമത്തിൽ വെച്ചാണ് ഹിസ്ബുള്ള ഗറില്ല ആക്രമണം നടത്തിയത്. ഇസ്രയേൽ സൈന്യത്തിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. സൈനികർ സഞ്ചരിച്ചിരുന്ന ടാങ്കിന് നേരെ ഹിസ്ബുള്ള ആന്റി ടാങ്ക് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ഇസ്രയേൽ മാധ്യമമായ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഭവത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ഇതേ പ്രദേശത്ത് ഹിസ്ബുള്ള നടത്തിയ മറ്റൊരു ഡ്രോൺ ആക്രമണത്തിൽ കമാൻഡോ ബ്രിഗേഡിലെ 5 ഇസ്രയേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായ അവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ട്. അതായത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ കനത്ത തിരിച്ചടി തന്നെയാണ് ഹിസ്ബുള്ള നൽകുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരേ ദിവസം ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും സൈനികരും കൊല്ലപ്പെട്ടതും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇസ്രയേൽ സൈന്യത്തിന് വലിയ ആഘാതമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഇസ്രയേൽ സൈന്യം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ടാങ്കുകൾക്ക് നേരെയാണ്
ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി വിജയിച്ചത്, ആ ടാങ്കുകളെ തകർത്ത് കളഞ്ഞത്. അതായത് ഇത് ഇസ്രയേലിൻ്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് മേലുള്ള ഹിസ്ബുള്ളയുടെ കനത്ത പ്രഹരമാണ് എന്ന് പറയാം. ഹിസ്ബുള്ള എന്ന് പറയുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സായുധ സംഘടനയ്ക്ക് പോലും ഇസ്രയേലിലെ സൈനികരെ കൊല്ലാൻ കഴിയുന്നു എന്നുള്ളത് ഇസ്രയേലിന് കനത്ത നാണക്കേടാണ് എന്ന് തന്നെ പറയാം. തെക്കൻ ലെബനാനിലെ നബാറ്റിയ പ്രവിശ്യയിലുള്ള അലി അൽ താഹർ കുന്നുകൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ഉയർന്ന മേഖലകൾ പിടിച്ചെടുക്കാൻ ഇസ്രയേൽ സൈന്യം കരമാർഗം മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനാണ് ഹിസ്ബുള്ള ഗറില്ല ആക്രമണം നടത്തിയത്. ഇതേ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ വ്യോമാക്രമണങ്ങളിൽ നിരവധി വാഹനങ്ങൾ തകരുകയും ലെബനൻ പൗരന്മാർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇസ്രയേൽ ടാങ്കുകൾക്ക് നേരെ ഹിസ്ബുള്ള ഗറില്ല ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ ഈ കനത്ത ആക്രമണവും ഇസ്രയേൽ സൈനികരുടെ മരണവും നെതന്യാഹുവിന് ഇരുട്ടടിയായി മാറിയെന്നാണ് ഇസ്രയേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്തു എന്നാണ് നേരത്തെ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നത്. ഹിസ്ബുള്ളയുടെ 10,000-ഓളം പോരാളികളെ വധിച്ചുവെന്നും അവരെ തകർത്ത് തരിപ്പണമാക്കി എന്നുമാണ് നെതന്യാഹു അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഉന്നത കമാൻഡറെ തന്നെ വധിക്കാൻ ശേഷിയുള്ള രീതിയിൽ ഹിസ്ബുള്ള നിലനിൽക്കുന്നത് ഇസ്രയേലികൾക്കിടയിൽ നെതന്യാഹുവിൻ്റെ യുദ്ധതന്ത്രങ്ങളിൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇറാനെതിരെ ചരിത്രപരമായ വിജയം നേടി എന്ന് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ള നടത്തിയ ഈ വലിയ ആക്രമണം നെതന്യാഹുവിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. ഈ നാണക്കേടിൽ നിന്ന് കരകയറാനാണ് ഹിസ്ബുള്ളക്കെതിരെ എന്ന പേരിൽ ലെബനനിൽ നെതന്യാഹു വലിയ ആക്രമണം തുടർന്ന് നടത്തിയത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ ഇസ്രയേൽ നടത്തിയ വൻ വ്യോമാക്രമണങ്ങളിൽ ലെബനനിൽ 47-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർന്നാണ് ഇറാനുമായി ബന്ധപ്പെട്ട കരാർ തന്നെ കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക വീണ്ടും വിഷയത്തിൽ ഇടപെട്ടത്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവർ നടത്തിയ തീവ്രമായ നയതന്ത്ര മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ഈ ലെബനനിൽ ഉണ്ടായിട്ടുള്ള അടിയന്തര താൽക്കാലിക വെടിനിർത്തൽ സാധ്യമായത് എന്നാണ് റോയിറ്റേഴ്സിനെ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ ലെബനോനിൽ തങ്ങൾ കൈവശപ്പെടുത്തിയ സുരക്ഷാ മേഖലയിൽ സൈന്യത്തെ നിലനിർത്തുമെന്നും ഹിസ്ബുള്ള കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്നുമാണ് ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത്. അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേൽ ചതിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ലെബനനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഹിസ്ബുള്ളയുടെ കനത്ത പ്രത്യാക്രമണം, അതിൽ 4 സൈനികരുടെ, ഒരു കമാൻഡറുടെ ഉൾപ്പെടെ 4 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എല്ലാം സഹിക്കാൻ നെതന്യാഹു സർക്കാർ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളക്കെതിരെ ഇനിയും വലിയൊരു ആക്രമണം അല്ലെങ്കിൽ ലെബനനിൽ സാധാരണ പൗരന്മാർക്കെതിരെ വലിയ ആക്രമണം നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് ലെബനനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലെബനനിലെ ആക്രമണം കാരണം ജനീവയിലെ തുടർ ചർച്ച മാറ്റിവെച്ചത് ട്രംപിന് വലിയ തിരിച്ചടിയായി മാറിയ ഒരു സാഹചര്യം അപ്പുറത്തുണ്ട്. സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് അമേരിക്കയുടെ നയതന്ത്ര പരാജയം എന്നാണ് പൊതുവെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒപ്പം അമേരിക്കയിലെ തന്നെ റിപ്പബ്ലിക്കൻസിൽ തന്നെ ഒരു വിഭാഗവും ഡെമോക്രാറ്റുകളും ഒക്കെ വിലയിരുത്തുന്നത്, ആരോപിക്കുന്നത്. ജൂൺ 22-ന് വാഷിങ്ടണിൽ നടക്കാനിരിക്കുന്ന ഇസ്രയേൽ ലെബനൻ ചർച്ചകൾ നല്ല രീതിയിൽ അവസാനിച്ചില്ല എങ്കിൽ ഇറാൻ അമേരിക്ക സമാധാന കരാർ ധാരണാപത്രത്തിൽ തന്നെ അവസാനിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം കരുതുന്നത്. അത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ മനസ്സിലിരിപ്പും. അതായത് എങ്ങനെയെങ്കിലും ഇറാൻ അമേരിക്ക കരാർ പൊട്ടിക്കണം, അലങ്കോലപ്പെടുത്തണം. അതാണ് നെതന്യാഹു ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഏത് തരത്തിലുള്ള കുടിലതന്ത്രവും നെതന്യാഹു പയറ്റും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇത് മനസ്സിലാക്കി തന്നെയാണ്, അതായത് നെതന്യാഹുവിൻ്റെ ഈ നീക്കങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് കനത്ത സമ്മർദ്ദവുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ JD വാൻസ് തന്നെ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. JD വാൻസ് കടുത്ത ആരോപണങ്ങളാണ് ഇസ്രയേലിനെതിരെ തൊടുത്തുവിട്ടിട്ടുള്ളത്. അതായത് ഒരുപക്ഷെ ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഇതുവരെ നടത്താത്ത രീതിയിലുള്ള ഇസ്രയേലിനെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് JD വാൻസ് വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിലും ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലും ഇസ്രയേൽ സർക്കാരിലെ ചില മന്ത്രിമാർക്കെതിരെയും ഒരുപക്ഷെ നെതന്യാഹുവിനെതിരെയും അവരുടെ യുദ്ധ നയങ്ങൾക്കെതിരെയും കടുത്ത ഭാഷയിൽ മുന്നോട്ട് വെച്ചത്. ഇസ്രയേലിലെ തീവ്ര നിലപാടുകാരായ മന്ത്രിമാരായ ഇറ്റാമർ ബെൻഗർ, ബെസാനെൽ സ്ട്രോമിച്ച് എന്നിവരെ ലക്ഷ്യം വെച്ചായിരുന്നു വാൻസിൻ്റെ പ്രധാന പരാമർശങ്ങൾ എന്നാണ് വിലയിരുത്തൽ. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ആളുകളെ കൊന്നൊടുക്കി മാത്രം പരിഹരിക്കാമെന്ന് ഇസ്രയേൽ കരുതരുത് എന്ന് വാൻസ് തുറന്നടിച്ചു. നിലവിൽ ലോകത്തിൽ ഇസ്രയേലിനോട് അനുഭാവം പുലർത്തുന്ന ഏക ഭരണത്തലവൻ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ്.
അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, വാൻസിന്റെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിലാകും. ഇസ്രയേലിനെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള പരാമർശം. അതായത് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആകെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ട്രംപ് മാത്രമാണ്, നിങ്ങൾക്ക് ലോകത്ത് ഉള്ള ആർക്കും നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ കൃത്യമായി, അതായത് ട്രംപ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് വാൻസ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് അവശേഷിക്കുന്ന ഏക ശക്തനായ കൂട്ടാളിയെ തന്നെ ആക്രമിക്കാൻ നിൽക്കരുത് എന്നും ഇസ്രയേൽ ക്യാബിനറ്റിന് വാൻസ് മുന്നറിയിപ്പ് നൽകിയാണ്. ട്രംപാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ഇസ്രയേലിലെ ഭരണാധികാരികൾ അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് ബോധ്യപ്പെട്ട് ഉണരേണ്ട സമയം കഴിഞ്ഞുവെന്നും വാൻസ് പരിഹസിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ പ്രയോഗിച്ച പ്രതിരോധ ആയുധങ്ങളിൽ 2 നിർമ്മിച്ചത് അമേരിക്കയുടെ കൈകളിലാണ് എന്നും അതിനുള്ള പണം നൽകിയത് അമേരിക്കൻ നികുതിദായകരാണ് എന്നും വാൻസ് ഓർമ്മിപ്പിക്കുന്നു. അതായത് നിങ്ങൾക്ക് ആയുധം തരുന്നത് ഞങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പിന്തുണ, എന്നിട്ടും ഞങ്ങളൊരു കരാർ വെച്ചപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നത് ശുദ്ധ നന്ദികേടാണ് എന്നാണ് വാൻസ് പറയാതെ പറയുന്നത്. ഇത്രയും വലിയ സൈനിക സഹായം നൽകുന്ന അമേരിക്കയോട് ഇസ്രയേൽ നന്ദികേടാണ് കാണിക്കുന്നത് എന്നാണ് വാൻസ് കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇസ്രയേൽ ബെയ്റൂട്ടിൽ നടത്തിയ മാരകമായ വ്യോമാക്രമണങ്ങളെ കടുത്ത ഭാഷയിലാണ് വാൻസ് വിമർശിച്ചിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലർക്കും ഹിസ്ബുള്ളയുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതായത് ലെബനോനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും കൊന്നത് സാധാരണ മനുഷ്യരെയാണ് എന്നുള്ള കാര്യവും വാൻസ് ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. ഇറാന്റെ മേലുള്ള ഉപരോധങ്ങൾ താൽക്കാലികമായി മാറ്റുന്ന കരാറിനോട് ഇസ്രയേൽ കാണിക്കുന്ന കടുത്ത ഭീതിയും അവിശ്വാസവും വിചിത്രമാണ് എന്നും വാൻസ് പറയുന്നു. അതായത് ഇറാനുമായി നടത്തുന്ന സമാധാന ശ്രമങ്ങളെ ഇസ്രയേൽ അട്ടിമറിക്കാൻ നോക്കിയാൽ അമേരിക്ക അത് വെച്ചു ഉറപ്പിക്കില്ല എന്ന കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ് JD വാൻസ് നേരിട്ട് ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇതുവരെ ഇസ്രയേലിനോട് പറയാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് JD വാൻസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും ലെബനനിലെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇപ്പോഴും ആകെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് ഇറാൻ ഉടക്കിയ മട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അമേരിക്കൻ നേതാക്കളുമായി സ്വിറ്റ്സർലൻഡിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇനി ചർച്ച നടക്കുകയാണ് എങ്കിൽ ആ ചർച്ചയിൽ വേദി പങ്കിടേണ്ട എന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത് എന്നാണ് സൂചന. അതായത് ധാരണാപത്രത്തിൻ്റെ ഇനിയൊരു ഔദ്യോഗിക ഒപ്പിടൽ ചടങ്ങ് വേണ്ട എന്ന നിലപാടാണ് ഇറാൻ നേതൃത്വത്തിന് ഇപ്പോഴുള്ളത് എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഇറാൻ പ്രസിഡന്റുമാർ ഒപ്പിട്ടല്ലോ, അത് മതി എന്ന നിലപാടാണ് ഇറാൻ ഉദ്യോഗസ്ഥർ ചില മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ലെബനനിൽ ഇനിയൊരു ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് ഇറാൻ ഉള്ളത്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ധാരണാപത്രവും കരാറുമെല്ലാം പൊളിയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. മറുഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ആകെ രോഷത്തിലാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹുവിൻ്റെ നിലപാടാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകണമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന. ഒരുപക്ഷേ ആദ്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്രയേലിനെതിരെ ഒരു കടുത്ത നടപടി അല്ലെങ്കിൽ ഒരു ശാസന രൂപത്തിലുള്ള നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് CNN പോലെ റോയിറ്റേഴ്സിനെ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ ഇസ്രയേലിനെതിരെ കടുത്ത എന്തോ നടപടി അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള സൂചന ഉണ്ട് എന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട്. ലെബനനിലെ വെടിനിർത്തൽ നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസമാണ്. ഇറാൻ അമേരിക്ക തുടർ ചർച്ചകൾക്ക് അത് നല്ലതാണ് എന്ന് തന്നെ കരുതാം. പക്ഷേ ഇസ്രയേൽ ചെയ്തികൾ എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അതിനെ വിലയിരുത്താൻ കഴിയുക. അതായത് ഇസ്രയേൽ എപ്പോൾ വേണമെങ്കിലും ഏത് തരത്തിലുള്ള നടപടിയിലേക്കും പോകാം. കാരണം അത്രയും വലിയ സമ്മർദ്ദം നെതന്യാഹുവിന് മുകളിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തീവ്ര നിലപാടുകാരായിട്ടുള്ള ഇസ്രയേൽ മന്ത്രിമാർ അല്ലെങ്കിൽ ഇസ്രയേൽ കക്ഷികൾ നെതന്യാഹുവിന് മേൽ ഈ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഇറാനോ കിട്ടിയില്ല, ലെബനനെങ്കിലും വലിയ ആക്രമണം നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കരുത്, അവിടെ ആക്രമണം നടത്തിക്കൊണ്ട് ലെബനനെ തീർക്കണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് അവിടെ നിന്ന് വരുന്നത്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ വലിയ രീതിയിൽ പിണക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഇസ്രയേലിന് മുകളിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം നെതന്യാഹു തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യ. ഈ കരാർ ധാരണാപത്രം
ഇപ്പോഴത്തെ വെടിനിർത്തൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വല്ലാത്തൊരു സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഒടുവിലും വിലയിരുത്താൻ കഴിയുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.